VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട യൂണിറ്റ് അംഗം മനോഹരൻ പനമ്പറ്റയുടെ കുടുംബത്തിനായുള്ള 10 ലക്ഷം രൂപ ധനസഹായ വിതരണവും കുടുംബസുരക്ഷാ പദ്ധതി ബോധവത്കരണ ചടങ്ങും സംഘടിപ്പിച്ചു. KVVS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് UL ലത്തീഫ് MLA കുടുംബത്തിന് ധനസഹായം കൈമാറി. ഞങ്ങൾ പറഞ്ഞ ദാനധർമ്മമായി കാണണം തന്നെയാണ് നിങ്ങൾക്ക് തരുന്ന പൈസ. ആരായാലും ദാനധർമ്മമായി നൽകണം. അത് നിങ്ങൾക്ക് അത് അക്കൗണ്ടിൽ ഇടണം. അത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇന്നുകൂടെ പരമാവധി ഒരാളിപ്പോൾ അടച്ചിട്ടുണ്ടെങ്കിൽ 22,700 അടച്ചിട്ടുള്ളൂ. അവർക്കിപ്പോൾ അവർ 227 10 ലക്ഷം കൊടുത്തില്ലേ? അവർ നയിച്ചത് 22,700 അവർക്ക് 10 ലക്ഷം കൊടുത്താൽ എത്ര കിട്ടും? എത്ര കാലം 10 ലക്ഷത്തിന്? അപ്പം ഞങ്ങൾ പൈസ തരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓരോരുത്തരും കൊടുത്തു കൊടുക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടൊരു ജീവകാരുടെ പ്രവർത്തനം കൂടിയാണെന്ന് കണക്കാക്കി വേണം നിങ്ങളിതിലേക്ക് വരാൻ. പിന്നെ പല പദ്ധതികളും വരാൻ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വലിയൊരു പദ്ധതി ഞങ്ങൾ സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. ആനക്കാര്യത്തിൽ അവിടെ വിപുലമായ പരിപാടികൾ നിൽക്കാൻ പോവാണ്. അവിടെ 5.5 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവിടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെടുന്ന വ്യക്തിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. ഇതിന്റെ ഭാഗമായി പാണ്ടിക്കാട് യൂണിറ്റ് അംഗമായിരിക്കെ മരണപ്പെട്ട പനമ്പറ്റ മനോഹരന്റെ കുടുംബത്തിനായുള്ള ധനസഹായം കൈമാറുന്നതിനായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പാണ്ടിക്കാട് VTS കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR റോഹിൽനാഥ് മുഖ്യാതിഥിയായി. പാലിയേറ്റീവ് പ്രവർത്തനം വിദ്യാർത്ഥികളിലേക്ക് എന്ന ആശയവുമായി സംഘടിപ്പിച്ച മെഗാ ക്വിസ് മത്സരത്തിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ, നാസർ ടെക്നോ, CB വയലിൻ, ഫൈസൽ ചേലേടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം യൂനുസ് വടക്കൻ, AM ലത്തീഫ്, റഷീദ് ഫാഷൻ, മാനുപ്പ പുഞ്ചിരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. Ni